അന്തരിച്ച കവി ചുണ്ടയിൽ പ്രഭാകരന്റെ കവിതകളുടെ സമാഹാരം ചുണ്ടയിൽ പ്രഭാകരന്റെ കവിതകൾ വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശിതമായി. കവിയുടെ മരണശേഷം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ശേഖരിച്ച കവിതകൾ കേരള സാഹിത്യ അക്കാദമിയാണ് പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയത്. പ്രമുഖ കവി PN ഗോപികൃഷ്ണൻ പ്രശസ്ത ഗായകൻ VT മുരളിക്ക് ആദ്യപ്രതി നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കവി K സച്ചിദാനന്ദൻ ചുണ്ടയിൽ പ്രഭാകരന്റെ കവിതകളെക്കുറിച്ച് തയ്യാറാക്കിയ ആസ്വാദന വീഡിയോ പ്രദർശിപ്പിച്ചു. ലോക ചരിത്രത്തിന്റെ സൂക്ഷ്മമായ സംഗ്രഹമാണ് കവിതകൾ ഉൾക്കൊള്ളുന്നതെന്ന് PN ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ വശ്യതയായിരുന്നു ഈ ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത്. അതിനെ ഇങ്ങനെ കവിതകളെ അപഗ്രഥിക്കുന്ന ഒരു ദിശയിലേക്ക് വഴിതിരിച്ച് വിടേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് അങ്ങനെ കവിതകളെ അക്കാദമിക്കായി സമീപിക്കേണ്ട ഒരു നിമിഷമല്ല. ആ എഴുതിയ ആ മനുഷ്യൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ അദ്ദേഹത്തെ നിക്ഷേപിച്ച് ഭൂമിയിലെ വാസം മതിയാക്കി തിരിച്ചുപോയ ഒരാളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കവിതയിൽ നിന്ന് വേർപിരിക്കാനാവാത്ത ഒരു മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കവി വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ പറയുന്ന പ്രഭാകരേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു ഒരുപക്ഷെ ഉചിതം എന്ന് പറയാം. നിർഭാഗ്യവശാൽ നിങ്ങളെപ്പോലെ എനിക്ക് അത്ര ഒരു പരിചയം അദ്ദേഹവുമായിട്ട് അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പകരം എൻ്റെ മുന്നിൽ ഈ കവിതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് ആണ് യഥാർത്ഥത്തിൽ ഈ കവിതകളെ പറ്റി പറയുന്നത്. പക്ഷേ രാധാകൃഷ്ണ മാഷ്ട ഈ സംഭാഷണത്തിലൂടെ എത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ആ കവിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പലപ്പോഴും കവികൾ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഒരുപക്ഷെ കവിതകൾ ധാരാളമായി അല്ലെങ്കിൽ വലിയ കവിതകൾ എഴുതിയിട്ടുള്ള ആൾ അത്ര വലിയ മനുഷ്യൻ ആവണമെന്നൊന്നുമില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഈ പുസ്തകം അതിൻ്റെ എല്ലാ ഗൗരവത്തോടും എല്ലാ ഗരിമയോടും കൂടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് വലിയ സന്തോഷം. അതിന് മുൻകൈ എടുത്ത മനുഷ്യരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാധാകൃഷ്ണ മാഷ്. ഈ കവിതകൾ ഉണ്ടാവുന്നത് സച്ചിമാഷ് പറഞ്ഞ പോലെ മലയാള കവിതയുടെ ഒരു പ്രത്യേക ഒരു സമയത്താണ്. 1970-കളിലൊക്കെ എഴുതിയ 70-കളിലും 80-കളിലും എഴുതിയ കവിതകളാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഉള്ളത്. അതിന് മുമ്പും തീർച്ചയായിട്ടും പ്രഭാകരേട്ടൻ കവിതകൾ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കിത് കണ്ടാൽ അറിയാൻ സാധിക്കും. അതിന് ശേഷവും എന്തുകൊണ്ടോ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഈ കവിതകൾ പ്രകാശിതമായ ആ സമയം എന്ന് പറയുന്നത് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വിളിക്കാവുന്ന തരത്തിലാണ്. ഈ 60-കൾ തൊട്ട് ഇന്ത്യയിൽ ഭാഷയിൽ കവിതയിലൊക്കെ വലിയ വ്യത്യാസം വരുന്നുണ്ട്. അതുവരെയുള്ള കവിതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാഗോറിനെ പോലെയുള്ള ഒരു കവിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സുബ്രഹ്മണ്യ ഭാരതിയെ പോലെയുള്ള ഒരു കവിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം വലിയ ദേശീയ കവി എന്ന പദവിയുള്ള കവികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ പുതിയ ലോകത്തെ പറ്റിയുള്ള വലിയ ശുഭാപ്തി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ടാഗോറിൻ്റെ ഒരു ചെറിയ, അത്ര ചെറുതല്ല, പിറവിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് G ശങ്കരക്കുറുപ്പ് തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു T രാധാകൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി. ചുണ്ടയിൽ പ്രഭാകരനെ പോലൊരു കവി മലയാള കവിതാ പരിണാമത്തിലെ ഒരു സംക്രമണ ഘട്ടത്തെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് KV സജയും അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഭാഷയുടെ സൂക്ഷ്മമായ ഉപയോഗത്തെക്കുറിച്ച് പ്രശസ്ത കവി ബീരാൻകുട്ടിയും സംസാരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ VT മുരളി, ഷൈനി വേണുഗോപാൽ, സരിത അതുൽ, ശ്രീഗംഗ, സുനീറ്റ് എന്നിവർ ചുണ്ടയിൽ പ്രഭാകരന്റെ കവിതകൾ ആലപിച്ചു. കവിയുടെ മകൾ അഞ്ജന ചുണ്ടയിൽ നന്ദി രേഖപ്പെടുത്തി.